السلام عليكم. بسم الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد. അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ ഇതാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അൽ മഖാരിജുൽ ആമ്മ അവൽ മഖാരിജുർ റഈസിയ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന പൊതുവായ 5 മഖ്റജുകൾ അല്ലെങ്കിൽ റഈസിയായ കേന്ദ്ര മഖ്റജുകൾ, ഇവ 5 എണ്ണമാണ്. അൽ ജൗഫ്, അൽ ഹൽഖ്, അൽ ലിസാൻ, അൽ ഷഫതാനി, അൽ ഖൈശൂം. ജൗഫ്, ഹൽഖ്, ലിസാൻ, ഷഫതാനി, ഖൈശൂം. ഇത് നാം വിശദമായി മനസ്സിലാക്കിയതാണ്. ഈ 5 മഖ്റജുകളെക്കുറിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. ഇതിൽ ഒന്നാമത്തെ ജൗഫ് എന്താണെന്നും അതിൽ നിന്നും ഉത്ഭവിക്കുന്ന 3 അക്ഷരങ്ങളായ ദീർഘാക്ഷരങ്ങൾ അവയെക്കുറിച്ചും വിശദീകരിക്കുകയുണ്ടായി. രണ്ടാമത്തെ റഈസിയായ മഖ്റജായ ഹൽഖ് അഥവാ തൊണ്ട, ഇതിൽ നിന്ന് അഖ്സൽ ഹൽഖ് എന്ന മറ്റൊരു മഖ്റജ് അഥവാ ഹൽഖിൽ നിന്ന് 3 മറ്റ് മഖ്റജുകളുണ്ട്. അതിലെ അഖ്സൽ ഹൽഖ്, തൊണ്ടയുടെ അങ്ങേയറ്റം, അതിൽ നിന്നും ഉത്ഭവിക്കുന്ന 2 അക്ഷരങ്ങളായ ഹംസ, ഹ, അ, ഹ എന്നീ ശബ്ദങ്ങൾ, അക്ഷരങ്ങൾ, ഇവയെക്കുറിച്ച് നാം മനസ്സിലാക്കുകയുണ്ടായി. ഇനി നമുക്ക് വസതുൽ ഹൽഖ്, രണ്ടാമത്തെ മഖ്റജായ തൊണ്ടയുടെ മധ്യം എന്ന മഖ്റജ്, ഈ ഉത്ഭവസ്ഥാനത്തിൽ നിന്നുമാണ് ഐൻ, ഹ എന്നീ 2 അക്ഷരങ്ങൾ ഉച്ചരിക്കപ്പെടുന്നത്. വസതുൽ ഹൽഖ് എന്ന ഉത്ഭവസ്ഥാനത്തിൽ നിന്നാണ്, തൊണ്ടയുടെ മധ്യം എന്ന മഖ്റജിൽ നിന്നാണ് ഐനും ഹഉം ഉച്ചരിക്കപ്പെടുന്നത്. ഐൻ നാം സൂചിപ്പിച്ചു കഴിഞ്ഞു. തവസ്സുത്ത് എന്ന പ്രത്യേകമായ സിഫത്ത് നൽകപ്പെടുന്ന, സ്വരവിശേഷണം നൽകപ്പെടുന്ന ഒരു അക്ഷരമാണ്. കടുപ്പത്തിൽ ശിദ്ദത്തോടുകൂടി, കഠിനത നൽകിക്കൊണ്ട് ഉച്ചരിക്കരുത്. അല്പം അയവോടുകൂടി ഉച്ചരിക്കുക. അൻഅംത അലൈഹിം. അതുപോലെ അക്ഷരത്തിന് സുക്കൂൻ നൽകിയാൽ അതിൻ്റെ മഖ്റജ് ശരിയായ വിധത്തിൽ മനസ്സിലാക്കുവാനും ഉച്ചാരണം പരിശീലിക്കുവാനും സാധ്യമാണ്. നാം സൂചിപ്പിച്ചു. നഅ്ബുദു, നഅ്ബുദു ആവർത്തിച്ച് പറഞ്ഞ് ശരിയാക്കുക. അപ്രകാരം തന്നെയാണ് ഐനിന് ഷദ് നൽകിയാൽ ഫഅൽ, ഫഅൽ, ഫഅക്റമഹു വനഅമഹ, വനഅമഹ, യദുഉൽ യതീം, യദുഉ. 2 ഐനുകൾ തുടർച്ചയായി വന്നത് സൂറത്തുൽ മുനാഫിഖൂനിൽ നാം പാരായണം ചെയ്തു. ഫതുബിഅ അല, ഫതുബിഅ അല. വ്യക്തമാക്കി ഐനിനെ ഉച്ചരിക്കണം. തെറ്റുകൂടാതെ ശരിയായ വിധത്തിൽ ഐൻ ഉച്ചരിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. അടുത്ത അക്ഷരം ഹ ആണ്. ഹഉം ഹ പോലെയോ ഹ പോലെയോ ഒന്നും ആയി പോവാതെ ശരിയായ വിധത്തിൽ ഉച്ചരിക്കുക. തൊണ്ടയുടെ മധ്യം തന്നെ അതിൻ്റെയും മഖ്റജ്. മഹ്ജൂറ, ഹിജാറ, യഹ്ദറു എന്നിങ്ങനെ ഹനും സുക്കൂൻ നൽകി ഉച്ചരിച്ചു നോക്കുക. ആവർത്തിച്ച് പറഞ്ഞ് ഈ 2 ഹർഫുകളും ശരിയായ വിധത്തിൽ ഉച്ചരിക്കുവാൻ പരിശീലിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.